പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ കസ്കസ്, ജ്യൂസിലൊക്കെ ഇടുന്ന കസ്കസ് എങ്ങനെയാണ് കിട്ടുന്നതാണ്. ഈ കസ്കസ് കിട്ടുന്നത് കൃഷ്ണതുളസിയിൽ നിന്നാണ്. ഈ പൂ, കസ്കസിൻ്റെ ഈ പൂ, കസ്കസ് അല്ല, കൃഷ്ണതുളസി, രാമതുളസിയുടെ ഈ പൂ ഉണങ്ങുമ്പോഴാണ് കസ്കസായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു കമ്പ് പൂ പറിച്ചൊക്കെയാണ് ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കുറേ കസ്കസിൻ്റെ കമ്പുകൾ പറിച്ചിട്ടുണ്ട്. നമുക്ക് ഉണങ്ങിയ പൂ പറിച്ചിട്ടുണ്ട്. എന്തിനെന്ന് വെച്ചാൽ നമുക്ക് ജ്യൂസിലിടാൻ വേണ്ടിയിട്ട് കസ്കസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 കമ്പ് പൂ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് കിട്ടുന്നത് കാണിച്ചു തരാം. അതിൽ നിന്ന് ഒരു കുഞ്ഞ് അതിൽ നിന്ന് ഇത് പറിച്ചെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കസ്കസ് കാണാനായിട്ട് പറ്റും. ഇതുപോലെ അടുത്തൊന്ന് കണ്ടോ, ഈ വെള്ള കാണുന്നത് ഇത് ഉണങ്ങാത്തത് കൊണ്ടാണ്. നമ്മളിവിടെ ഇതേപോലെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വെള്ളത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം. അതിനായി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനി കസ്കസ് ഇടാൻ പോവുകയാണ്. നമ്മൾ ഇട്ടിട്ടുണ്ട് കുറച്ച് കസ്കസ്, ഇതും ഇടാം. നമ്മൾ കസ്കസ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും താഴെ നല്ല അടിയിലായിട്ട് നമുക്ക് വെള്ള കളർ ഡോട്ട് പോലെ കാണാം. അതാണ് കസ്കസ്. മുകളിൽ കിടക്കുന്ന ചിലതൊക്കെ നമ്മൾ ഈ ഇതേപോലെ പച്ച ആയതാണ്. അത് സാരിയുടെ വെയിലത്തിട്ട് നല്ല ഉണക്കിയാൽ. എല്ലാവർക്കും ബൈ.